മധ്യപ്രദേശിലെ ജാവയിൽ 9 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ 13 വയസ്സുള്ള സഹോദരനെന്ന് കണ്ടെത്തൽ. സംഭവം അറിഞ്ഞിട്ടും കുട്ടിയുടെ അമ്മയും 2 സഹോദരിമാരും വിവരം മറച്ചുവെച്ചെന്നും പോലീസ് പറയുന്നു. കേസിൽ 13കാരനെയും അമ്മയെയും സഹോദരിമാരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഏപ്രിൽ 24-ന് നടന്ന കൊലപാതകത്തിൽ പോലീസ് നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് പ്രായപൂർത്തിയാകാത്ത സ്വന്തം സഹോദരൻ തന്നെയാണ് പ്രതിയെന്ന് കണ്ടെത്തിയത്. സംഭവ ദിവസം ഫോണിൽ അശ്ലീല വീഡിയോ കൊണ്ട 13കാരൻ ഇതിനു പിന്നാലെ 9 വയസ്സുള്ള സഹോദരിയെ ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നു. വിവരം അച്ഛനോട് പറയുമെന്ന് പെൺകുട്ടി പറഞ്ഞതോടെയാണ് കഴുത്തും ഞെരിച്ച് കൊലപ്പെടുത്തിയതെന്നും പോലീസ് പറയുന്നു. ഏപ്രിൽ 24-ാണ് പെൺകുട്ടിയെ വീടിന് മുന്നിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിൽ ആരും വീട്ടുവളപ്പിലേക്ക് അതിക്രമിച്ചു കയറിയതിന്റെ ലക്ഷണമൊന്നും കണ്ടില്ല. സംശയകരമായി എന്തെങ്കിലും ശബ്ദം കേട്ടതായി വീട്ടുകാരും മൊഴി നൽകിയിരുന്നില്ല. അതിനിടെ പെൺകുട്ടിയെ പ്രാണി കടിച്ചെന്നും ഇതിന്റെ വിഷമേറ്റാണ് മരണം സംഭവിച്ചതെന്നുമായിരുന്നു വീട്ടുകാരുടെ അവകാശവാദം. സംഭവത്തിൽ അടിമുടി ദുരൂഹത തോന്നിയതോടെ പോലീസ് സംഘം വിശദമായ അന്വേഷണം നടത്തി. ശാസ്ത്രീയ തെളിവുകൾ അടക്കം ശേഖരിച്ചു. ഏകദേശം 50ഓളം പേരെ ചോദ്യം ചെയ്തു. കുടുംബാംഗങ്ങളെ പല തവണകളായി ചോദ്യം ചെയ്യലിന് വിധേയരാക്കി. ഇവർ പലതവണ മൊഴിമാറ്റി പറഞ്ഞത് സംശയം വർദ്ധിക്കാൻ കാരണമായി. തുടർന്ന് 13കാരനെയും അമ്മയും സഹോദരിമാരെയും വിശദമായി ചോദ്യം ചെയ്തതോടെയാണ് ഇവർ കുറ്റം സമ്മതിച്ചത്. സംഭവ ദിവസം രാത്രി പ്രതിയായ 13കാരനും 9 വയസ്സുള്ള സഹോദരിയും ഒരുമിച്ചാണ് ഉറങ്ങാൻ കിടന്നത്. ഫോണിൽ അശ്ലീല ദൃശ്യം കണ്ട 13കാരൻ ഇതിലെ രംഗങ്ങൾ അനുകരിക്കാൻ ശ്രമിക്കുകയായിരുന്നു. സഹോദരിയെ ലൈംഗികമായി ഉപദ്രവിച്ചതോടെ ഇക്കാര്യം അച്ഛനോട് പറയുമെന്ന് പെൺകുട്ടി പറഞ്ഞു. തുടർന്ന് 13കാരൻ സഹോദരിയുടെ കഴുത്ത് ഞെരിച്ചു കൊന്നു. സംഭവത്തിന് പിന്നാലെ 13കാരൻ അമ്മയെ വിളിച്ചുണർത്തി വിവരം അറിയിച്ചു. അമ്മ ഓടിയെത്തിയപ്പോൾ 9 വയസ്സുകാരിക്ക് ജീവൻ ഉണ്ടായിരുന്നു. ഇതോടെ 13കാരൻ വീണ്ടും കഴുത്ത് ഞെരിച്ച് മരണം ഉറപ്പുവരുത്തി. ഈ സമയം വീട്ടിലുണ്ടായിരുന്ന 17, 18 വയസ്സുള്ള സഹോദരിമാരും ഉറക്കമുണർന്ന് എത്തി. 9കാരി മരിച്ചെന്ന് വ്യക്തമായതോടെ തെളിവ് നശിപ്പിക്കാനായിരുന്നു ഇവരുടെ ശ്രമം. തുടർന്ന് പെൺകുട്ടിയും പ്രതിയും കിടന്നിരുന്ന കട്ടിലുകൾ ഇവർ വ്യത്യസ്ത ഇടങ്ങളിലേക്ക് മാറ്റിയിട്ടെന്നും ജില്ലാ പോലീസ് സൂപ്രണ്ട് വിവേക് സിംഗ് പറയുന്നു.